വീടിന്റെ പണി കിട്ടിയ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം മസ്താനി. താങ്ക് യു. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സിമ്പിൾ. കൊടുത്തതാ, കൊല്ലത്ത് കിട്ടി. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസം. പണ്ട് പിന്നെ ആയിരുന്നു, ഇപ്പൊ അപ്പൊ കഴിഞ്ഞ ആഴ്ച എടുത്തത് ഈ ആഴ്ച കിട്ടി. പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് ചെന്ന് പറയാൻ പാടില്ല. അകത്ത് കയറി ആദ്യം ചെയ്തത് എന്താ? അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും. എവരിതിങ് ഈസ് കം ഔട്ട്. ഗെയിം റിലേറ്റഡ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയരുത് എന്നാണ് പറഞ്ഞത്. ഗെയിം റിലേറ്റഡും പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് ക്ലിപ്സ് എടുപ്പിക്കല്ലേ. ഈ ഗർഭിണിയായ ഭാര്യ, അതുപോലെ അറബിക് കല്യാണം, ബോയ് ഫ്രണ്ട്, ഇതൊക്കെ ഗെയിമായിട്ട് എന്ത് ബന്ധമുള്ള കാര്യങ്ങളാണ്? തെറ്റ് എന്റെ അടുത്താണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് ആ ഒരു പോയിന്റിൽ ഈ സാധനം പറയണമെന്ന് തോന്നി. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാട്ടോ. ഏറ്റവും ഇമ്മീഡിയറ്റ് നോമിനേഷൻ ആണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ വീക്ക് ഔട്ട്. പെട്ടിയും പൊക്കോണടുത്ത് വിട്ടോളാൻ പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, മസ്താനി എവിക്റ്റഡ് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കയ്യടി പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിച്ചല്ലേ പറ്റൂ. സ്റ്റേജിൽ ചെന്നപ്പോ പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല അല്ലേ? അതെന്തായിരിക്കും കാരണം? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. സ്പേസ് ഒന്നിൽ ചേട്ടന്റെ അടുത്ത് എനിക്ക് ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു. എന്തിനാ കംഫർട്ടബിൾ? നമ്മുടെ മേത്ത് ഒരാൾ കയറി പിടിക്കുമ്പോൾ നല്ല സ്പേസോ മോശം സ്പേസോ ഒന്നും അല്ലല്ലോ. എന്റെ മേത്ത് ഒരാൾ കയറി പിടിച്ചാൽ എനിക്ക് അയാളോട്ട് നല്ല സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല എന്ന് വെക്കില്ലല്ലോ. ഞാനത് വിട്ട്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഗെയിമിന് വേണ്ടത് എന്താ? കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. ഒരു ഗെയിമിന് ആദ്യം വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. മസ്താനിക്ക് അതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് എന്നെ തല്ലിക്കണം, അവനെ എങ്ങനെ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇസ് ദാറ്റ് എ ഫെയർ ഗെയിം? അല്ല, അത് ചീപ്പ് ഗെയിം അല്ലേ? അയ്യോ വീണ്ടും പോയിന്റ്. ശബത്തി കുത്താതെ കളിയാ. പ്രകോപിപ്പിച്ചാൽ അപ്പാനി ഫിസിക്കൽ ഒരു ഷോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ. മൂക്കിന്റെ പാലൊക്കെ പോയാൽ നല്ല വൃത്തിയേടാവില്ലേ? അതെ. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. പോകുമ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സ്ട്രാറ്റജി ഉണ്ടെന്ന്. എന്തായിരുന്നു സ്ട്രാറ്റജി? അസൂയ, കുശുംബ, ഏഷണി, കഷണ്ടി. മസ്താനിക്കൊരു പേര് ഞാൻ ചോദിച്ചാൽ വിൽ യു അഗ്രി വിത്ത് ദിസ്? ദ ഗോസിപ്പ് ഗേൾ. രണ്ട് പെണ്ണ് കേസ്, മറ്റേ അറബിക് കല്യാണം, ബോയ് ഫ്രണ്ട്, ഗർഭിണിയായ ഭാര്യ, ഇതൊക്കെ വളരെ മാന്യമായ ഗോസിപ്പാന്നാണോ പറയണത്? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടു തുറന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? അത്രേ ഉള്ളൂ.